ओम अपवित्रो वा सर्वावत्तांगो विवाय स्मरे पुंडरीकाक्षं सभाख्याभिन्दर शिखियदनीलघनश्यामं नलिनायदलोचनं स्मरामि पुंडरीकाक्षं तेन स्नानो भवाम्यहं त्रैलोक्यचैतन्यमयादिदेव श्रीनाथ विष्णु भवदात्यैव संसारे त्रामनिवर्तयिष्ये ऋषिकेशे त्वया यद्यत्कार्यस्य कार्यं सत्करोमि तदाज्ञया भगवान् ओम गं गुरुभ्यो नमः 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 ओम हदिद्योरदिदरन्दरिक्षमतुर्मादा सविदा सपुत्र विश्वे देवा अदिति पंचजनादुर्व्यादनुद्दुर्जनित्यम् ओम अदिति नमः भगवान् भगवानी कृष्णा गुरुवी भगवानी गुरुवी भगवानी विघ्नेश्वरा भगवानी ओम गं नमः ओम गं नमः ओम गं नमः ओम गं गणपति नमः अविघ्नमस्तु श्री गुरुभ्यो नमः ओम गणानां त्वा गणपतिं हवामहे कवीनामुपवस्त्रस्तमं ज्येष्ठराज्यं ब्रह्मणां ब्रह्मणस्पदा आनन्दसाधनं श्री महागणपति नमः ओम गं नमः भगवानी विघ्नेश्वरा भगवानी विघ्नेश्वरा भगवानी ओम श्री दक्षिणामूर्ति नमः ओम श्री दक्षिणामूर्ति नमः ओम नमः शिवाय 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 कैलासाद्रीशगुणे सुविडविदले स्वाडिगे मण्डपे सन्मादङ्गारादिपीडो वरिवरिरसंसेव्यमानं सुरौघे जानितं वामबाहुं मृगमभिवर्षं ज्ञानमुद्रां वहन्तं नागोदद्योगविष्टं तदेकविष्गणे ज्ञानमीशानमीटे श्रीदक्षिणामूर्ति नमः भगवानी दक्षिणामूर्तस्वामी भगवानी दक्षिणामूर्ति भगवानी मुरुगा भगवानी वेलायुधा भगवानी ओम वचद्भुवी नमः 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 भगवाने स्फुरन्मगलपत्रकुण्डलविभूषितं चम्पकसजागलितगन्धशङ्करयुगेन शक्तिं गोविन्दगानमतवागडीगलितवामश्रेष्ठद गुहं गुत्सृणभासुरं स्मरतु वीरवास्तु भगवानी दुर्गा भगवानी वेलायुधा भगवानी वेलायुध स्वामी भगवानी भगवानी कृष्णा गुरुवायूरप्पा भगवानी तंबिरानी भगवानी यदो देवा अवंदनो यदो विष्णु चक्रमे प्रतिव्यासरामवेदं विष्णु चक्रमे त्रेधादेवदं समूहस्यवां त्रिनेत्रीणि वदामि चक्रमे विष्णुर्गोपादाब्जरो धर्माणि धारेण विष्णु कर्माणि पश्यते दुर्गानि पश्यसि इंद्रस्य युज्यस्य गादधिष्णो परमं पदं तदावश्यन्ति सूर्ये दिवि वक्षक्षुरादतं तद्विप्रासो विगण्यवो जाग्रवां ससमिन्धते विष्णो परमं पदं भगवानी गुरुवायूरप्पा कृष्ण भगवानी नारायण भगवानी गुरुवायूरप्पा भगवानी आंजनेय स्वामी भगवानी 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 आंजनेय भगवानी कनकुण्डलशोभिमुखां त्वं नमतवानरराजमहाद्भुतं भाषदानां शिवल्लकीगुणाभ्युदगतिमयुक्तनयनां बन्धुवर तां च भूषणोज्ज्वलनं वाणी ओम श्री आंजनेयाय श्री आंजनेयाय ओम श्री आंजनेयाय नमः भगवानी भगवानी विष्णुं शारदचन्द्रगूढसदृशं शङ्खं गदाङ्गं गदां भोजं सततं सीताब्जनिलयं
കാന്ത്യാ ജഗന്മോഹനം ആബദ്ധാംഗധാരകുണ്ടലമഹാമൗലിസ്തുരത്കങ്കണം ശ്രീവത്സാംഗം വന്ദേ മുനീന്ദ്രസ്തുതം ഭഗവാനി നാരായണോ ഭഗവാനി ഭഗവാനി മഹാമായി സ്നിഗ്ധാരാളവിസാരികുന്തളഭരം സിംഹാസനാദ്യഹാസിനം സ്ഫുർജൽപത്രസുക്നുപ്തകുണ്ടലവദേഷു വിശ്വാസത്യസൂര്യം നീലക്ഷോമോസം നവീനജലദശ്യാമം പ്രഭാസത്യകസ്വായൽ വാർഷികം സുരക്തസകലാകൽപ്പം സ്മരീരാജികം ധർമ്മശാസ്താവീ ഭഗവാനി ധർമ്മശാസ്താവീ ഭഗവാനി മാതർമേ മധുകൈടഭക്തിമോഷപ്രണാവഹരോഗ്യമേ ഹിരാനിർമ്മതധൂമ്രലോചനവദേഹേ ജാമണ്ഡാർഗമേ നിശേഷീകൃതരക്തബീജദൈകേ നിത്യേന ശൃംഗാവഹേ ശിവത്വം ശ്രീസംഹാരാശുദുരിതം ദുർഗേ നമസ്തേ അമ്മേ മഹാമായി 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 ഭഗവാനി അമ്മേ മഹാമായി ദേവി സർവീശ്വരി അമ്മേ മഹാമായി ഭഗവാനി തമ്പുരാനി ഭഗവാനി കൃഷ്ണ ഭഗവാനി തമ്പുരാനി ഭഗവാനി ഭഗവാനി അമ്മേ മഹാമായി ദേവി സർവീശ്വരി അമ്മേ മഹാമായി തമ്പുരാനി ഭഗവാനി ഓം ഗം ഗുരുഭ്യോ നമഃ ഓം ഗം ഗുരുഭ്യോ നമഃ ഓം ഗം ഗണപതി നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ ഗണാനാം ത്വാ ഗണപതിം ഭവാമഹേ കവിം കവീനാമുപസ്ഥസ്തമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ഓം അതിരുദ്യോരന്തരിക്ഷമാതാ സവിതാസപുത്ര വിശ്വേ ദേവാദിപഞ്ചജനാദിവിദ്യാദവിദ്യനിത്യം ഓം അതിഥീ നമഃ ഭഗവാനി തമ്പുരാനി നമോ നാരായണ ശ്രീ സുബ്രഹ്മണ്യായ ഭഗവാനി വ്യാസഗുരുവേ നമഃ ഭഗവാനി നമോ നാരായണ ഗുരുവേ നമഃ ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി
ഭഗവാനേ തമ്പുരാനേ ഭഗവാനേ. ഓം ജഗാകുസുമസങ്കാശം കാശിവേ മഹാദുരിതമൂലം സർവഭാവഘ്നം പ്രണതോസ്മി ദിവാകരം ദതിശങ്കതുഷാരംഭം ക്ഷീരോദാർണവസംഭവം നമാമി ശശിനം സോമം ശംഭോ മകുടഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തന്തം മംഗളം പ്രണമാമ്യഹം പ്രിയം ഗുഗലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യസമ്യഗുണോ വേദം തം ബുധം പ്രണമാമ്യഹം ദേവാനാം ച ഋഷീണാം ച ഗുരുംഗാനിരുസംയുഗം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ഗഹസ്തരും ഹിമകുന്ദമണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രയം ഛായാമർത്തണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം ഹർത്തദായം മഹാവീര്യം ചന്ദ്രാദിത്യമർദ്ദനം സിംഹഗാഗർഭസംഭൂതം തം രാഹും പ്രണമാമി പലാശപുഷ്പസങ്കാശം താരകാഹുസമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം ദേവം പ്രണമാമി ദിവ്യാസംഭൂതീരവിഹുപടേത്തു സമാഹിത ദിവാവായ ദിവരാത്രോ വിഘ്നശാന്തിർഭവിഷ്യതി നരനാരി നിർവണാഞ്ച ഭവേദു സ്വപ്നനാശനമൈശ്വര്യമഖിലം തേഷാമാരോഗ്യം പുഷ്ടിവർദ്ധനം ഗ്രഹനക്ഷത്രജാപീഡാസക്തരാഗ്നിസമുദ്ഭവാദാസർവാപശമം യാന്തി വ്യാസോ ഭൂതേന സംശയേതി വ്യാസവിരഹിതം നവഗ്രഹസ്തോത്രം സമ്പൂർണ്ണം. ഭഗവാനേ തമ്പുരാനേ ഭഗവാൻ കൈലാസാദ്രീശഗുണേ സുവിടവിതടേ സാധികേ മണ്ഡലേ സന്മാദന്താരാദിപീഡോപരിവരിതസുതം സേവ്യമാനം പുരോതേജാമി സൈവാമുദാഹം മൃഗമപി പരിശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോഗസ്തം തദംശിതേ ജ്ഞാനം ശാനവേദി മൂർത്തിദ്വീപരികൽപ്പിതചതുർദോ വർത്തമാന പുനർജന്മനാമന്മേത്യാമുദാം കൃതുച്ഛേദതാം ഭർത്താം രജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുജാനേകധായ കൃതോപാചരണസ്തുതാസ്തുനൈകിരണശ്രൈശ്രീഭൂരി മൂർത്തിദ്വീപരികൽപ്പിതചതുർദോ വർത്തമാന പുനർജന്മനാമന്മേത്യാമുദാം കൃതുച്ഛേദതാം ഭർത്താം രജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുജാനേകധായ കൃതോ മൂർത്തിദ്വീപരികൽപ്പിത ശശകൃതോ വർത്തമാന പുനർജന്മനാമന്യേത്യാമുദാം കൃതുച്ഛേദതാം ഭർത്താം രജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിവിസഞ്ജാനേകധായ കൃതോ വാചന്നസ്തുതാസ്തുനൈകിരണശ്രൈയൂസ്ഥിതിഭൂരി മൂർത്തിദ്വീപരികൽപ്പിത ശശകൃതോ വർത്തമാന പുനർജന്മനാമന്യേത്യാമുദാം കൃതുച്ഛേദതാം ഭർത്താം രജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിവിസഞ്ജാനേകധായ കൃതോ വാചന്നസ്തുതാസ്തുനൈകിരണശ്രൈയൂസ്ഥിതിഭൂരി മധ്യാടവരിവം ദുർഗസിന്ധുകന്യാധവം ധ്യായാമി സാധ്വം ബുദ്ധൈ ശുദ്ധൈ ച വൃദ്ധൈ ഗുരുവൃദ്ധഗൃഹേഭ്യജമയാമൂയമഞ്ജലീവസന്നമനശ്രീമേ സത്യാം കുർവന്തു ഭാരതി. നമ ശ്രീമംഗലശ്രീണീ നിവാസായ മഹാത്മനെ സർവം ജാനന്തി ദൈവജ്ഞായ വിദ്യസ്തുതിചക്ഷുഷ പ്രജ്ഞാതശ്രീതന്നാമേനാസ്യുക്ഷരഭൂതേജവർത്തമാനേ സമീഭവിഷ്യതി ശിവാശിവാനി ചേതാനീം ചിന്തിതസ്യ വിശേഷത സംഭവാസംഭവാദ്യന്യാന്യത്തത്പുത്രഗ്രഹാദിഷു ശിവാശിവാനി കാന്യേഷ്യമിലാന്യസ്മൃത്തസാധുതസ്പഷ്ടം മമ ചിത്തേ സുഗന്ധി. ഭഗവാനി മുരുകാ ഭഗവാനി വേലായുധ സദസ്പതിമത്ഭുതം പ്രിയം ദത്യകാര്യം തനിമേധാമയാശം യാമേധാം ദേവഗണാദിദൃശ്യോ വാസുദേദയാമാമദ്യമേധായാഗ്നേ മേധാവിജം കുരു മേധാം മേ വരുണോ ദദാതു മേധാമസ്മി പ്രജാപതി മേധാമിന്ദ്രശ്യവായുഷ്യവേദാം ധാതാ ദദാതു മേ ഇദം മേ ബ്രഹ്മചക്ഷത്രം യോഗേ ശ്രിയമസ്മൃത മേ ദേവാദതു ശ്രിയമുത്തമന്തസ്ഥിതി മേധാദേവി യുഷമാണാം നാഗാദൃക്ഷ്വാജിഭദ്രം സുവനസ്യമാനാദയാജുഷ്ടാനുപമാനാധൃത്താൻ ബൃഹദ്ഗുരീമവിദേ സുമീര ത്വയാജുഷ്ടഋഷിർഭവതി ദേവീ ത്വയാ ബ്രഹ്മാ ഗതസ്രുതീന്ദതന്വയ ത്വയാജുഷ്ടക്ഷിദ്രം വിന്ദതി വസ്തുസാനോജുഷസ്തു ദ്രുവോരമേതി മേധാം മേന്ദ്രോ ദദാതു മേധാം ദേവീ സരസ്വതി മേധാം മേ അശ്വിനാം ഭാവാദധാം പുഷ്കരസ്തജാക്ഷരാസുതയാ മേധാ ഗന്ധർവീസുതയാത്മന ദേവീം മേധാ സരസ്വതി സാമാം മേധാസുരഗുരുസദാത്രം സ്വാഹ ആമാം മേധാസുരഗുർവിശ്വരൂപ ഹിരണ്യവർണ ജഗതി ജഗന്യാമുർജസ്വതി വൈസാ ഭിന്നമാനാ സാമാം മേധാസു പ്രതീകാദിസന്ത മേ മേധാം മേ പ്രജാം യജ്ഞോ ദദാതു മേ മേധാം മേ പ്രജാം ഇന്ദ്രേന്ദ്രിയം ദദാതു മേ മേധാം മേ പ്രജാം മേ സൂര്യോപാദോ ദദാതു.
ഇപ്പോൾ ഇന്നിവിടെ ഈ രാശി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് ജനറലായിട്ടുള്ള ഒരു രാശി ആദ്യം എടുക്കുകയാണ്. ഭഗവാനെ ഗുരുവായൂരപ്പ മുരുക, ഭഗവാനെ ഗുരുവേ മഹാദേവ മഹാമായി ബ്രഹ്മശാസ്താവി, ഭഗവാനെ ആഞ്ജനേയ സ്വാമി, ഭഗവാനെ ഗുരുവേ പരംഗുരുവേ, ഭഗവാനെ യോഗീശ്വര യോഗീശ്വരന്മാരെ, ഭഗവാനെ നല്ലൊരു ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ മുരുക, ഭഗവാൻ വേലായുധ, ഭഗവാനെ കർക്കിടകം രക്ഷികം, ഭഗവാൻ കർക്കിടകം വൃശ്ചികം, ഭഗവാൻ മീനം, കർക്കിടകം, ഭഗവാൻ വൃശ്ചികം, മീനം, കർക്കിടകം, ചിങ്ങം, കന്നി. അവയുടെ ഭഗവാനെ കന്നി രാശി ആരൂഢമായിട്ട് വന്നിട്ട് വ്യാഴം 10 കേന്ദ്രഭാവത്തിൽ ഉദയലഗ്നം ആരൂഢത്തിൽ തന്നെയുണ്ട്. അപ്പം കന്നി ലഗ്നമാണ്. ലഗ്നവും ഉദയലഗ്നവും ആരൂഢവും വന്നിട്ടുണ്ട്. ചൊവ്വയാണ് ആരൂഢത്തിൽ സ്ഥിതിയായിട്ടുള്ളത്, ചൊവ്വയാണ്. അപ്പോൾ ഭഗവതിയുടെ എല്ലാ കടാക്ഷവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ജനറലായിട്ടുള്ള രാശിക്ക് നല്ല ഭാവം വന്നു. 4-ാം ഭാവാധിപതിയും 7-ാം ഭാവാധിപതിയാകുന്ന ബൃഹസ്പതി 10 കേന്ദ്രഭാവത്തിൽ നല്ല ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത രാശിയിലോട്ട് പോവാം. ഭഗവാൻ അപ്പോൾ ഇവിടെ സൽമയാണോ? സൽമ എസ്സോ അപ്പോൾ സൽമ എസ് മകം നക്ഷത്രത്തിലാണ് എടുക്കുന്നത്. അതാണ് ആദ്യത്തെ രാശി. ഭഗവാനി നാരായണ, ഭഗവാനി മുരുക, ഭഗവാനി വേലായുധ, മുരുക, ഭഗവാനി വേലായുധ സ്വാമി, ഭഗവാനി വേലായുധ, ഭഗവാനി മുരുക, ഭഗവാൻ ഭഗവാനി മുരുക, ഭഗവാൻ. സൽമായ മകം നക്ഷത്രം, കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, ധനു, മകരം. 1, 2, 3, 4, 5, 6. ഈശ്വരാധീനം തെളിഞ്ഞില്ല. മകരം. അപ്പോൾ ഇവിടെ ശനിയാണ്. ശനി നിൽക്കുന്നതാണെങ്കിൽ 3-ൽ ശനി. അപ്പോൾ ആരൂഢാധിപതിയാവുന്ന മകരത്തിന് കുംഭം രാശി തന്നെയാണ്, ചരരാശിയാണ്. അപ്പോൾ കുംഭം രാശി ബാധാസ്ഥാനത്താണ്, 3-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശനി, ബാധയിലുള്ള ശനി തന്നെ, ആരൂഢാധിപതിയും ബാധകാധിപതിയും ശനി തന്നെയാണ്. അപ്പോൾ ആ ശനിയുടെ രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിക്ക് രാഹു ബന്ധം വന്നു കഴിഞ്ഞാൽ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ അങ്ങനെയൊക്കെയുള്ള ഫലമാണ് നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ അവനവൻ്റെ സ്വന്തം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ ഉള്ള ഈ ദേവതയെ പ്രീതിപ്പെടുത്തണം. അടുത്തത് പ്രീതിപ്പെടുത്തി ചെയ്യുന്നത് ഉപകാരമായിരിക്കും. അടുത്തത് ഉമേഷ് മൂലമാണ്. ഉമേഷ് മൂലം ഭഗവാനെ സുന്ദരാനി, ഭഗവാൻ നാരായണോ ഭഗവാനെ മുരുക, ഭഗവാനെ മുരുക, 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 ഭഗവാനെ വേലായുധ, മുരുക, ഭഗവാൻ കൃഷ്ണ, ഗുരുവായൂരപ്പ മഹാമായി, ഭഗവാനെ തമ്പുരാനി. ഉമേഷ് മൂലം ഭഗവാനി. മീനം, കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, മീനം,
അപ്പം മേടം ഇടവം രാശി വന്നിട്ട് 2 വ്യാഴമുണ്ട്. 2 വ്യാഴം, അതായത് ഇവിടെ സ്ഥിരരാശിയാണ്. അപ്പോൾ സ്ഥിരരാശിക്ക് ഇടവത്തിനും മിഥുനത്തിനും ബാധാസ്ഥാനമില്ല. അപ്പോൾ വ്യാഴം നല്ലതായിട്ട് നല്ല ഭാവത്തിലുണ്ട്. ഇവിടെ ബാധയെക്കുറിച്ചൊന്നും പറയാനില്ല. അടുത്തത് ജനാർദ്ദന് അനിഴമാണ്. ഞാനിവിടെ എല്ലാവർക്കും ഇതിൽ കൂടുതൽ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. അതിന് വിശദമായിട്ട് ഗ്രഹനില പഠിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ വാട്സപ്പിൽ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഇടണം. അതോടൊപ്പം ഇവിടെ ഭഗവാന് ദക്ഷിണ സമർപ്പിക്കണം, വിശദമായിട്ട് വേണ്ടവർക്ക്. അല്ലാത്തവർക്ക് ഞാനിവിടെ നോക്കി പറഞ്ഞു പോവുകയാണ്. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ജനാർദ്ദൻ അനിഴൻ നക്ഷത്രം. ഭഗവാനി എമ്പരാനി ഭഗവാനി മുരുക ഭഗവാനി ജനാർദ്ദനൻ അനിഴൻ നക്ഷത്രത്തിൽ ഭഗവാനി കൃഷ്ണാവിൻ്റെ ഫലം എനിക്ക് കാണിച്ചു തന്നാലും ഭഗവാനി തുമ്പിരാനി മുരുക ഭഗവാനി ഭഗവാനി വേലായുധ സ്വാമി. ജനാർദ്ദനൻ അനിഴൻ നക്ഷത്രം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം. അപ്പോൾ ഇവിടെ വൃശ്ചികത്തിൽ കന്യരാശിയിലാണ് ആരൂഢം ഉദയലഗ്നം. ഉദയലഗ്നം. അപ്പോൾ ആരൂഢം തടുത്തിട്ടില്ല. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 പോയി വ്യാഴം. അപ്പം ദൈവാധീനം വൃശ്ചികത്തിന് വൃശ്ചികം തന്നെയാണ്. ഇവിടെ വൃശ്ചികം ഈശ്വരാധീനം കാണുന്നില്ല. വൃശ്ചികത്തിന് വൃശ്ചികം തന്നെയാണ് ബാധാസ്ഥാനം. അപ്പോൾ ഇവിടെ ബാധകാധിപതിയാവുന്ന ചൊവ്വ ഇവിടെ 11 നിൽക്കുന്നിട്ടിലായി പോയി വ്യാഴം. അപ്പം ദേവിയെ പരദേവതയാവുന്ന ദേവി ആരൂഢത്തിൽ ചന്ദ്രനുണ്ട്. ഈ ആരൂഢത്തിൽ ചന്ദ്രനുണ്ട്. അപ്പം ദുർഗാ ഭഗവതിയാണ്. ബാധയിൽ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ഭഗവതി, അതായത് കുടുംബ പരദേവത അമ്മയുടെ തന്നെയാണ്. ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. മാതാവിനെ കൊണ്ട് തന്നെ ചിന്തിച്ച് പറയണമെന്ന്. അപ്പോൾ അമ്മയുടെ വഴിയുള്ള ഭരദേവത ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. ഈശ്വരാധീനം അടുത്തതിലുണ്ടായിരിക്കുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും. അപ്പോൾ അടുത്തത് ഭഗവാൻ ശജിനി രാജേഷ് കാർത്തികയാണ്. സജിനി രാജേഷ് കാർത്തിക. ഭഗവാനി മുരുക ഭഗവാനി വേലായുധ ഭഗവാനി വേലായുധ ഭഗവാനി മുരുക ഭഗവാനി സജിനി രാജേഷ് കാർത്തിക ഭഗവാനി. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. അപ്പം മീനം രാശി ആരൂഢമായിട്ട് നാലില് വ്യാഴമുണ്ട്. മീനം രാശി ആരൂഢമായിട്ട് 4 വ്യാഴം. ആരൂഢാധിപതി തന്നെ 4 അപ്പോൾ നല്ല ഫലമാണ്. ഈശ്വരാധീനമൊക്കെ കണ്ടു. ഇതുവരെ ഇതേമാതിരി തന്നെ മുന്നോട്ട് ഈശ്വരനെ വിളിച്ചിട്ട് മുന്നോട്ട് പോവുക. അടുത്തത് സന്ധ്യ അവിട്ടമാണ്. സന്ധ്യ അവിട്ടം ഭഗവാനി ഗുരുവായൂരപ്പ ഭഗവാനി വേലായുധസ്വാമി ഭഗവാൻ തമ്പുരാനി ഭഗവാനി മുരുക ഭഗവാനി വേലായുധ ഭഗവാനി ഭഗവാനി വേലായുധസ്വാമി ഭഗവാനി. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം. അപ്പോൾ കർക്കിടകം വൃശ്ചികം ധനു മകരം. അപ്പോൾ 1, 2, 3, 4, 5, 6 ഈശ്വരാധീനം കാണുന്നില്ല. സന്ധ്യ അവിട്ടത്തിന്
ഈശ്വരാധീനം കണ്ടില്ല. മകരം രാശിയാണ് ആരൂഢം. മകരം രാശിക്ക് ശനി തന്നെയാണ്, ആരൂഢാധിപതി ശനിയാണ്. അപ്പോൾ ശനി ഇവിടെ നിൽക്കുന്നത് മീനം രാശിയിൽ 3-ലാണ്. അപ്പോൾ നമ്മുടെ ഭരദേവതാ സ്ഥാനത്ത് ശനിക്ക് ബന്ധമുള്ള ദേവത, രാഹുവിനും ബന്ധമുള്ള ദേവതയാണ്. അപ്പോൾ അത് വിഷ്ണുവായ ചാത്തസ്വാമി, അതല്ലെങ്കിൽ കരിങ്കുട്ടിയായിട്ട്, എന്ന് വെച്ചാൽ കരിങ്കുട്ടിക്ക് ഇവിടെ ബന്ധം വരണമെന്നുണ്ടെങ്കിൽ ഗുളിക ബന്ധം കൂടി വന്നാൽ നമ്മൾ കരിങ്കുട്ടി, എങ്കിൽ പോലും പറയുകയാണത് ഈ പ്രഷ്ടാവിനറിയാം ഏത് ദേവതയാണെന്നുള്ളത് തീരുമാനിച്ചുള്ളൂ. പക്ഷേ ശനിയാണ്, രാഹു ബന്ധമുള്ള ശനിയാണ്. അപ്പം ആ ദേവതയെ പ്രീതിപ്പെടുത്തണം. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് നാരായണൻകുട്ടി അത്തമാണ്. നാരായണൻകുട്ടി അത്തം ഭഗവാനി, നാരായണൻ ഭഗവാനി, ഗുരുവായൂരപ്പ ഭഗവാൻ, നാരായണോ ഭഗവാനി, മുരുകാ ഭഗവാനി, വേലായുധസ്വാമി. നാരായണൻകുട്ടി അത്തം ഭഗവാനി, ഗുരുവായൂരപ്പ ഭഗവാൻ. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, ധനു, മകരം. വീണ്ടും ശനി തന്നെയാണ് ആരൂഢാധിപതിയായിട്ട് വന്നിരിക്കുന്നത്. മകരം രാശിയാണ്. ഈശ്വരാധീനം കാണുന്നില്ല. അതും ഇതിനു മുമ്പ് വന്ന അതേ ഫലം തന്നെയാണ്. അതായത് ശനിക്കും രാഹുവിനുമാണ് ബന്ധം വന്നിരിക്കുന്നത്. ബാധാസ്ഥാനത്ത് ഉള്ള ശനിയാണ്. 3-ല് രാഹുവുണ്ട്. അപ്പോൾ ഇവിടെ ബാധാസ്ഥാനത്ത് രാഹുവുണ്ട്. അപ്പോൾ ശനിക്കും രാഹുവിനും ബന്ധമുള്ള അതേ ദേവത തന്നെ വിഷ്ണുമായൊക്കെ പ്രീതിപ്പെടുത്തുക കുടുംബത്തിലുള്ള, എങ്കിൽ മാത്രമേ അവിടെ ബാധയാണ്. ബാധാസ്ഥാനത്ത് ഇരിക്കുന്ന കരിങ്കുട്ടി, വിഷ്ണുമായ അല്ലെങ്കിൽ ശാസ്ത്രസ്വാമി ആ ദേവതയെ പ്രീതിപ്പെടുത്തണം. അല്ലെങ്കിൽ ശാസ്താവിനെ, അതോടൊപ്പം തന്നെ ശാസ്താവിനെയും പ്രീതിപ്പെടുത്തിക്കോളൂ. അപ്പോൾ അടുത്തത് വിഷ്ണു എസ് പുണർദമാണ്. വിഷ്ണു എസ് പുണർദം ഭഗവാനി, നാരായണോ ഭഗവാനി, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി. വിഷ്ണു എസ് പുണർദം ഭഗവാനി, ഭഗവാനി. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. മേടം, ഇടവം. ഇടവം രാശിയാണ് വന്നിരിക്കുന്നത്. വിഷ്ണു എസ് പുണർദത്തിന് ഈശ്വരാധീനം കണ്ടു. ഇടവം 2-ലാണ്. ഈശ്വര വ്യാഴം ശുക്രനും നിൽക്കുന്നത് 2-ലാണ്. അപ്പം നല്ല ഫലമാണ്. ഭാഗ്യസ്ഥാനത്ത് ലക്ഷ്മി, ധനത്തിൻ്റെ അധിഷ്ഠാന ദേവതയാകുന്ന ശുക്രനും അതോടൊപ്പം തന്നെ വ്യാഴമുണ്ട്. സൽഫലമാണ്, നല്ല ഫലമാണ്. അതുപോലെ തന്നെ ഈശ്വരനെ പ്രാർത്ഥിച്ചു പോവുക, കുഴപ്പമൊന്നുമില്ല. അടുത്തത് വിഷ്ണു തിരുവോണമാണ്. അല്ല, വിഘ്നേഷ് തിരുവോണം ഭഗവാനി, നാരായണ. വിഘ്നേഷ് തിരുവോണം ഭഗവാനി, ഭഗവാനി ഭഗവാനി. വിഘ്നേഷ് തിരുവോണം ഭഗവാനി, വിഘ്നേഷ് തിരുവോണം. അപ്പം മീനം, കർക്കിടകം, ചിങ്ങം. ചിങ്ങത്തിൽ 11-ല് വ്യാഴം. പക്ഷേ അപ്പോൾ ഇവിടെ വിഘ്നേഷ് തിരുവോണത്തിന് ചിങ്ങം രാശി ആരൂഢമായിട്ട് വന്നിട്ട് 2-ല് ഉദയലഗ്നമാണ്. 2-ല് ഉദയലഗ്നം വരുമ്പോൾ ഒന്ന് നോക്കിക്കോട്ടെ. എന്നുവെച്ചാൽ ഈ ലഗ്നത്തിന് മാറ്റമുണ്ടോ എന്നുവെച്ചാൽ പഞ്ചാംഗം നോക്കണം. എന്നുവെച്ചാൽ രാവിലെ ഇത് എഴുതുന്ന സമയത്ത് ഇല്ല, ഇപ്പോഴും ലഗ്നം മാറിയിട്ടില്ല. അപ്പം 2-ല് ഉദയലഗ്നം
ആരൂഢം തടുത്തു? ആരൂഢം തടുത്തിരിക്കുന്നത് ബുധനാണ്. അപ്പോൾ ബുധനെ കൊണ്ട് അവിടെ നിൽക്കുന്നതാണ് ചൊവ്വയാണ്. അപ്പം വിഷ്ണുവിനെ അഥവാ ശ്രീകൃഷ്ണൻ, വിഷ്ണു അഥവാ ദേവത, ഭഗവതിയെ കൊണ്ട് ചിന്തിച്ച് വഴിപാട് ചെയ്തോണം. ആരൂഢം തടുത്തിരിക്കുകയാണ്. അത് വിഷ്ണുവും ഭഗവതിയും കൂടിയാണ് തടുക്കുന്നത്. അവിടെ നിൽക്കുന്നത് ചൊവ്വയാണ്, ബുധൻ അവിടെ ഇല്ല. ബുധൻ 12-ലായിപ്പോയി. അപ്പോൾ ആരൂഢം തടുക്കുകയും ചെയ്തു. അപ്പോൾ വിഷ്ണു കോപം പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ അനുഗ്രഹമില്ല, ദേവിയുടെ അനുഗ്രഹക്കുറവ്. ഹരിയും ഹരിയും ഹരിയും. അതിന് പരിഹാരം ചെയ്തുകൊള്ളുക. അടുത്തത് ധന്യ നായർ പൂയമാണ്. ധന്യ നായർ പൂയം ഭഗവാൻ. നാരായണ ഭഗവാൻ കൃഷ്ണ ഗുരുവായൂരപ്പ. ധന്യ നായർ പൂയം ഭഗവാൻ. വേലായുധ മുരുക. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വ്യാഴം 12-ലായിപ്പോയി. വ്യാഴം 12-ലായി. ആദിത്യനും ബുധനുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ശിവനെ, കൃഷ്ണനെ അഥവാ വിഷ്ണുവിനെ പൂജിക്കണം. കർക്കിടകത്തിന് ജലരാശി തന്നെ കുംഭം രാശിയാണ് ബാധാസ്ഥാനം. ബാധാസ്ഥാനത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 പിതാഭാവത്തുള്ള പിതാവിൻ്റെ വഴിയുള്ള ശനിയെ കൂടെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിനെ അഥവാ വിഷ്ണുമായ അങ്ങനെയൊക്കെയുള്ള ദേവതയെ പ്രീതിപ്പെടുത്തണം. ഈശ്വരാധീനം കണ്ടില്ല. വ്യാഴം 12 മറഞ്ഞുപോയി. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ജ്യോതി കാർത്തികയാണ്. ജ്യോതി കാർത്തിക ഭഗവാൻ. തമ്പുരാനി ഭഗവാനി മുരുക ഭഗവാൻ. ജ്യോതി കാർത്തിക ഭഗവാൻ. ഭഗവാനി മുരുക ഭഗവാൻ. ജ്യോതി കാർത്തിക ഭഗവാനി. മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം. അപ്പോൾ കർക്കിടകം വൃശ്ചികം ധനു മകരം കുംഭം. അപ്പം 5 വ്യാഴം. ജ്യോതി കാർത്തികയ്ക്ക് കുംഭം രാശി. 5 വ്യാഴം. 2ാം ഭാവാധിപതിയാവുന്ന വ്യാഴം 5, 4ാം ഭാവാധിപതിയാവുന്ന ശുക്രൻ 5. അപ്പോൾ നല്ല ഫലമാണ്. വീട്, വാഹനം ഇതൊക്കെ കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, സന്താനങ്ങളെ കൊണ്ട് ചിന്തിക്കും, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈശ്വരനെ ഇതേമാതിരി തന്നെ വിളിക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോവുക. സൽഫലമാണ് വന്നിരിക്കുന്നത്. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് കൃഷ്ണകുമാർ പുണർദം. കൃഷ്ണകുമാർ പുണർദം ഭഗവാനി. ഹരിയും ഹരിയും ഹരിയും. ഭഗവാനി മുരുക ഭഗവാനി. വേലായുധസ്വാമി ഭഗവാൻ. നാരായണോ ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണകുമാർ പുണർദം ഭഗവാനി. തമ്പുരാനി ഭഗവാനി. വേലായുധസ്വാമി. കർക്കിടകം വൃശ്ചികം ഭഗവാൻ. മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം ചിങ്ങം. ഇവിടെ 2 ചിങ്ങം രാശിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദയലഗ്നം 2 ഉദയലഗ്നം വന്നിരിക്കുകയാണ്. അപ്പോൾ ആരൂഢം തടുത്തിട്ടുണ്ട്. അത് ചൊവ്വ ബുധൻ. ചൊവ്വയും ബുധനും, അതായത് പിതാവിൻ്റെ വഴിയുള്ള ചൊവ്വയും ബുധനും. വിഷ്ണു അഥവാ കൃഷ്ണൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. ചൊവ്വ ഭഗവതിയെ പ്രീതിപ്പെടുത്തണം. അതുപോലെ തന്നെ ചിങ്ങം രാശിയാണ് ആരൂഢം വന്നിരിക്കുന്നത്. അപ്പോൾ ചിങ്ങം രാശിയിൽ നിൽക്കുന്നത് കേതു, അംശകാൽ ചന്ദ്രനാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ വഴിയുള്ള ഭരദേവത സ്ഥാനത്ത്
ചിങ്ങത്തിന് വന്നെങ്കിലും അവിടെ അംശകാൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ചിങ്ങത്തിൽ ആദിത്യനില്ല. പക്ഷേ ആ ചിങ്ങം രാശിക്ക് അംശകാൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് അമ്മയെ കൊണ്ട് മാതാവിനെ കൊണ്ട് അവിടുത്തെ ഫലം പറയാം. അപ്പോൾ അതുകൊണ്ട് മാതൃ വഴിയുള്ള വൈഷ്ണവ ചൈതന്യമുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ദേവിയെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഹരിയോം ഹരിയോം ഹരിയോം. അടുത്തത് പ്രദീപ് രോഹിണിയാണ്. പ്രദീപ് രോഹിണി ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ പ്രദീപ് രോഹിണി ഭഗവാൻ. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം ചിങ്ങം കന്നി. അപ്പോൾ ഇവിടെ 10 പ്രദീപ് രോഹിണി കന്നി രാശി ആരൂഢം. അവിടെ ആരൂഢത്തിലാണ് ഉദയലഗ്നം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 10 വ്യാഴം ശുക്രൻ. അപ്പം 4-ാം ഭാവാധിപതി 7-ാം ഭാവാധിപതി ആകുന്ന വ്യാഴം 10 കർമ്മസ്ഥാനത്ത് കേന്ദ്രഭാവത്തിൽ, അതോടൊപ്പം തന്നെ 9-ാം ഭാവാധിപതി ഭാഗ്യാധിപതിയാവുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് 10 നല്ല ഫലമാണ്, നല്ലതായിട്ട് വരും. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് രാജു വി കെ മൂലമാണ്. രാജു വി കെ മൂലം ഭഗവാനി. നാരായണോ ഭഗവാനി മുരുക രാജു മൂലം ഭഗവാനി. ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി. ഭഗവാൻ. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം ചിങ്ങം. ഇപ്പം ചിങ്ങം രാശിയാണ്. രാജുവിന് മൂലം ചിങ്ങം രാശിയാണ് വന്നിരിക്കുന്നത്. അപ്പം 2 ഉദയലഗ്നം കാരണം ആരൂഢം തടുത്തിരിക്കുന്നു. ഈ പറഞ്ഞതുമാതിരി തന്നെ പിതാവിൻ്റെ അമ്മ വഴിയോ അല്ലെങ്കിൽ മാതൃ വഴിയോ ഉള്ള ബുധനെയും ചൊവ്വയും ആരാധിക്കണം ഭഗവാൻ. ചൊവ്വയും ബുധനെയും ആരാധിച്ചിട്ട് പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. ചന്ദ്രൻ പിതാവിൻ്റെ ഭരദേവതാ സ്ഥാനത്ത് അഥവാ പിതാവിൻ്റെ അമ്മ വഴി വേണേൽ നമുക്ക് ആചരിക്കാം. അവിടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. ഭഗവതിയും ബുധനെയും അതോടൊപ്പം തന്നെ ശനിയെയും ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ ഈ ആരൂഢം തടുത്തെടുത്ത് ശനിയും നിൽപ്പുണ്ട്. ശാസ്താവിനെയും ഭജിക്കുക. ശാസ്താവിന് പരിഹാരങ്ങൾ നിരാഞ്ജനമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുക. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ഗൗതം ഉത്രട്ടാദിയാണ്. ഗൗതം ഉത്രട്ടാദി ഭഗവാൻ. നാരായണോ ഭഗവാൻ. ഗൗതം ഉത്രട്ടാദി ഭഗവാൻ. വേലായുധ ഭഗവാൻ. കർക്കിടകം വൃശ്ചികം. അപ്പോൾ ഇവിടെ വൃശ്ചികത്തിന് 1, 2, 3, 4, 5, 6, 7, 8 8 പോയി. വ്യാഴം 8. അപ്പോൾ ഈശ്വരാധീനം തെളിഞ്ഞില്ല. വൃശ്ചികം. അപ്പോൾ ഇവിടെ വൃശ്ചികൻ രാശിക്ക് വൃശ്ചികൻ തന്നെയാണ് ബാധാസ്ഥാനം. വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നത് കേതു ചന്ദ്രനാണ്. കേതു അംശകാൽ നിൽക്കുന്നത്, ചന്ദ്രൻ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വൃശ്ചികത്തിന് വൃശ്ചികം തന്നെ. അപ്പോൾ വൃശ്ചികത്തിൻ്റെ അധിപതിയാവുന്ന ഭരദേവത, അതായത് ബാധകാധിപതിയാവുന്ന ചൊവ്വ 11 ബുധൻ്റെ രാശിയിൽ ശനിയോഗം. അപ്പം ഇവിടെ ദേവി ഭഗവതിയെ പ്രാർത്ഥിക്കണം. അയ്യപ്പൻ്റെ ദുരിതം കാണുന്നു. അപ്പോൾ സ്വന്തം അമ്മയുടെ ഭരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്ത് ശക്തിക്കൊത്ത വഴിപാടുകൾ ചെയ്തു കൊള്ളണം. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് സുനിൽ ചോദിയാണ്. സുനിൽ ചോദി ഭഗവാൻ. നാരായണ ഭഗവാൻ.
കൃഷ്ണാഗുരുവായൂരപ്പ ഭഗവാൻ കൃഷ്ണാഗുരുവായൂരപ്പ. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം സുനിൽ ജ്യോതിക്ക് കർക്കിടകമാണ്. കർക്കിടകത്തിന് 12-ലാണ് വ്യാഴം. ഇവിടെ ആദിത്യനും ആരൂഢത്തിൽ ആദിത്യനും ബുധനുമാണ്. 12-ൽ വ്യാഴവായ്പ. അപ്പോൾ വിഷ്ണു പൂജ ചെയ്യണം. അതോടൊപ്പം തന്നെ ആരൂഢത്തിൽ നിൽക്കുന്നതും ബുധനാണ്, വിഷ്ണു അഥവാ കൃഷ്ണനാണ്. ശിവനുണ്ട്, ആദിത്യനുണ്ട്. അപ്പം അമ്മ വഴി അച്ഛൻ വഴി രണ്ട് ഭാഗത്തും ദർശനം ചെയ്ത് അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബ ഭരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്ത് അവിടെ വിഷ്ണുവിൻ്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ തന്നെ പൂജിക്കാം, ശിവൻ്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ പൂജിക്കാം. അല്ലെങ്കിൽ വിഷ്ണുവിനെയും ശിവനെയും സെപ്പറേറ്റ് പോയി ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ ദർശനമൊക്കെ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രീതിപ്പെടുത്തണം. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ഷജീര മകവാണ്. ഷജീര മകം ഭഗവാൻ തുമ്പിരാനി. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം വൃശ്ചികം മീനം. കർക്കിടകം ചിങ്ങം കന്നി. ഇവിടെ ഷജീര മകം കന്നിരാശിയാണ് വന്നിരിക്കുന്നത്. ഉദയലഗ്നം ആരൂഢത്തിൽ തന്നെ ഉദയലഗ്നമുണ്ട്. അപ്പം വ്യാഴം 10-ലുണ്ട്. കർമ്മസ്ഥാനത്ത് വ്യാഴം ശുക്രനുണ്ട്. 4-ാം ഭാവാധിപതി 7-ാം ഭാവാധിപതി 9-ാം ഭാവാധിപതിയാകുന്ന വ്യാഴവും ശുക്രനും കർമ്മസ്ഥാനത്ത് 10-ലുണ്ട്. നല്ല ഫലമാണ്. ഇതുമാതിരി തന്നെ പൊക്കോട്ടെ. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് അനീഷ് തിരുവാതിരയാണ്. അല്ല, അനാൻഷി തിരുവാതിരയാണ്. അനാൻഷി തിരുവാതിര ഭഗവാൻ നാരായണ ഭഗവാൻ ഭഗവാൻ കൃഷ്ണ. അനാൻഷി തിരുവാതിര മേടം. വ്യാഴം 3-ലായി പോയി. വ്യാഴം 3-ലായി പോയി. ഇവിടെ മേടം രാശിക്ക് കുംഭം രാശിയാണ്. ചരരാശിക്ക് കുംഭം രാശിയാണ് വാതാസ്ഥാനം. ഇവിടെ വാതാസ്ഥാനത്ത് ഇരിക്കുന്ന രാഹുവാണ്. അപ്പോൾ അവിടെ അംശകാൽ ഉദയലഗ്നം ചൊവ്വയുണ്ട്. അപ്പോൾ അവിടെ ശനിയെ പ്രീതിപ്പെടുത്തണം, രാഹുവിനെ പ്രീതിപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ ആരൂഢാധിപതിയാവുന്ന ചൊവ്വ ബാധാസ്ഥാനത്താണ് അംശകാൽ നിൽക്കുന്നത്. അപ്പോൾ ഭഗവതിയെ ആ ഭഗവതിയെ പ്രീതിപ്പെടുത്തി കുടുംബസ്ഥാനത്തുള്ള ഭഗവതിയെ പ്രീതിപ്പെടുത്തണം. അതായത് രാഹുവിനെയും ഭഗവതിയെയും പ്രീതിപ്പെടുത്തി പ്രാർത്ഥിക്കുക. അമ്മയുടെ മാതൃവഴിയുള്ള ഭരദേവതാ സ്ഥാനത്ത് എവിടെയാണോ ആചരിക്കുന്നത് അവിടെ ദർശനം ചെയ്ത് ശക്തിക്കൊത്ത് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പം അതങ്ങനെ. വീണ KR ചോദ്യമാണ് അടുത്തത്. അല്ല, അനോജ് അവിട്ടമാണ്. അനോജ് അവിട്ടമാണ് ഭഗവാൻ. അനോജൗട്ടം ഭഗവാൻ ചിങ്ങം കന്നി. അനോജ് ഔട്ടത്തിന് കന്നിരാശിയാണ് വന്നിരിക്കുന്നത്. ഈശ്വരാധീനം കാണുന്നുണ്ട്.
പ്രത്യേകിച്ച് ദോഷമൊന്നും പറയാനില്ല. അവിടെ ചൊവ്വയുണ്ട്, അംശകാല ശനിയുണ്ട്. പക്ഷെ നമുക്ക് ഈശ്വരാധീനം വന്നിട്ടുണ്ട്. 4-ാം ഭാവാധിപതി, 7-ാം ഭാവാധിപതി, 9-ാം ഭാവാധിപതി കർമ്മസ്ഥാനത്ത് 10-ലുണ്ട്. ശുക്രനും വ്യാഴവുമാണ്, നല്ല ഫലമാണ്. അടുത്തത് ബീന KR ചോതിയാണ്. ബീന KR ചോതി ബീന KR ചോതി ഭഗവാൻ ഗുരുവായൂർ. കർക്കിടകം രാണി ആണ് വന്നിരിക്കുന്നത്. ബീന KR ചോതിക്ക് കർക്കിടകമാണ് വന്നിരിക്കുന്നത്. അപ്പം ഈശ്വരാധീനം കണ്ടില്ല. 12-ലാണ്. അവിടെ അമ്മ വഴിയുള്ള ആചരണം വേണം. അത് വിഷ്ണുവിൻ്റെ അംശം കാണുന്നുണ്ട്, അതുപോലെ ശിവൻ്റെ അംശം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ യഥാസ്ഥാനത്ത് ദർശനം ചെയ്ത് ശക്തിക്കൊത്ത് വഴിപാടൊക്കെ ചെയ്ത് ഈശ്വരാധീനം വീണ്ടും വരുത്തുക. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് അനിൽകുമാർ രേവതിയാണ്. അനിൽകുമാർ രേവതി ഭഗവാൻ. അനിൽകുമാർ രേവതി ഭഗവാൻ. അനിൽകുമാർ രേവതി ഭഗവാൻ. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. മേടം, ഇടവം. ഇടവം രാശി ആരൂഢമായിട്ട് 2-ൽ വ്യാഴം. ഇടവൻ രാശിക്ക് 2-ൽ വ്യാഴമുണ്ട്. 2-ൽ വ്യാഴം ശുക്രനുമുണ്ട്. ധനഭാവമാകുന്ന 2-ാം ഭാവത്തിൽ കുടുംബമാണ്, വാക്ക്, വിദ്യ ഇതെല്ലാമാണ്. അവിടെ 2-ലെ ശുഭസ്ഥിതിയാണ്. 2 ശുഭന്മാരാണ് നിൽക്കുന്നത്. അപ്പം ഗുണകരമാണ് ഫലം. ദോഷമൊന്നുമില്ല. ഇതുമാതിരി പോകട്ടെ. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ഷിജു പരമേശ്വരൻ മകയിരമാണ്. ഷിജു പരമേശ്വരൻ മകയിരം ഭഗവാൻ. നാരായണവും ഭഗവാനും. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. ഇപ്പോൾ മേടമാണ്. മേടം രാശിക്ക് 3-ലായിപ്പോയി. മേടം രാശിക്ക് ആരൂഢം 3-ലാണ് വ്യാഴം. അപ്പോൾ ഇവിടെ മേടം രാശി ചൊവ്വയുടെ രാശിയാണ്. അപ്പോൾ ഇവിടെ കുംഭം രാശി തന്നെയാണ് ഭാഗാസ്ഥാനം. കുംഭം രാശി തന്നെ ഭാഗാസ്ഥാനമാണ്. അപ്പോൾ അവിടെ രാഹു സർപ്പ പ്രീതി നടത്തണം. ദേവതയെ ആരൂഢാധിപതിയാവുന്ന, അതായത് നമ്മുടെ കുടുംബദേവതയാവുന്ന ഭദ്രാഭഗവതിയെ പ്രീതിപ്പെടുത്തണം. പിന്നെ വിഷ്ണു പൂജ ചെയ്യണം. 3-ലായിപ്പോയി. വ്യാഴം 3-ൽ മറഞ്ഞു. അപ്പം വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. ഹരിയും ഹരിയും. അടുത്തത് അരവിന്ദാക്ഷൻ ചതയമാണ്. അരവിന്ദാക്ഷൻ ചതയം ഭഗവാൻ. അരവിന്ദാക്ഷൻ ചതയം ഭഗവാൻ. ഭഗവാൻ. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം. അപ്പം വൃശ്ചികത്തിന് 8-ലായി വ്യാഴം. 1, 2, 3, 4, 5, 6, 7, 8. കർക്കിടകത്തിന് വൃശ്ചികത്തിന് ദൈവാധീനം കാണുന്നില്ല. വ്യാഴം 8-ലായി. അപ്പോൾ ചന്ദ്രൻ, പരദേവത, മാതൃസ്ഥാനത്തുള്ള പരദേവതയെ
പൂജിക്കണം. വൃശ്ചികത്തിന് വൃശ്ചികം തന്നെയാണ് പാതാസ്ഥാനം. അപ്പോൾ പാതാസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുകയാണ്, കേതു നിൽക്കുകയാണ്. അപ്പോൾ അത് മാതൃഭാവത്തുള്ള ഭരദേവതയെ പ്രീതിപ്പെടുത്താത്തത് കൊണ്ടാണ് വ്യാഴം അനുകൂലിക്കാത്തത്. അപ്പം വിഷ്ണു പൂജ, അതുപോലെ തന്നെ അമ്മയുടെ ഭരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്ത് ശക്തിക്കത്ത് വഴിപാട് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തണം. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് ഷജീഷ് വിശാഖം. ഷജീഷ് വിശാഖം. ഷജീഷ് വിശാഖം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. അപ്പോൾ ഇവിടെ കർക്കിടകം, ചിങ്ങം, കന്നി. ഇദ്ദേഹത്തിന് സതീഷ് വിശാഖത്തിന് കന്നിരാശി ആരൂഢമായിട്ട് വന്നിട്ട് ഉദയലഗ്നം അവിടെ തന്നെയാണ്. അപ്പം നല്ല ഫലമാണ്. അതായത് ആരൂഢാധിപതിയാകുന്ന ബുധൻ 11 ലാഭസ്ഥാനത്തുണ്ട്. പിന്നെ 4-ാം ഭാവാധിപതി, 7-ാം ഭാവാധിപതി, 9-ാം ഭാവാധിപതിയാകുന്ന വ്യാഴം, ശുക്രൻ കർമ്മസ്ഥാനത്ത് 10-ലുണ്ട്. നല്ല ഫലമാണ്. ഇതുമാതിരി തന്നെ ഈശ്വരനെയൊക്കെ വിളിച്ചു പോകട്ടെ. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് സൂര്യ രാജേഷ് രേവതിയാണ്. സൂര്യ രാജേഷ് രേവതി. സൂര്യ രാജേഷ് രേവതി. ഭഗവാനി മുരുക. സൂര്യ രാജേഷ് രേവതി ഭഗവാനി. കർക്കിടകം. അപ്പോൾ കർക്കിടകം, വൃശ്ചികം, ധനു, മകരം, കുംഭം. അപ്പോൾ കുംഭം രാശി ആരൂഢമായിട്ട് വന്നിട്ട് 5-ൽ വ്യാഴം. അപ്പം അവിടെ ഈശ്വരാധീനം കാണുന്നുണ്ട്. ആരൂഢാധിപതിയാകുന്ന ശനി 2-ലുണ്ട്. 5-ൽ 4-ാം ഭാവാധിപതിയാകുന്ന ശുക്രൻ, അതായത് വീട്, വാഹനം, മാതാവ്, ഗ്രഹം, ഇതെല്ലാം അതിൻ്റെ അധിപതിയാവുന്ന 4-ാം ഭാവാധിപതിയാവുന്ന ശുക്രൻ 5-ൽ വ്യാഴത്തോട് ചേർന്നിട്ടുണ്ട്. 2-ാം ഭാവാധിപതി, 4-ാം ഭാവാധിപതി 5-ൽ. സന്താനങ്ങൾക്കൊക്കെ ഗുണമുണ്ട്. എന്നാലും സന്താനങ്ങളുടെ പേരിൽ വിഷ്ണുവിന് പൂജയൊക്കെ ചെയ്തോണം. ഈ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ബാക്കി നല്ല ഫലമാണ്. ഹരിയും ഹരിയും ഹരിയും. അടുത്തത് അരുൺ രാധാകൃഷ്ണൻ കാർത്തികയാണ്. അരുൺ രാധാകൃഷ്ണൻ കാർത്തിക. അത് കഴിഞ്ഞ് അഖില അത്തമാണ്. അതുകൂടെ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ രണ്ടാം എടുക്കല്ലേ, ഇത് വീഡിയോ കൂടിപ്പോവും ഭഗവാൻ. അപ്പോൾ അരുൺ രാധാകൃഷ്ണൻ കാർത്തിക. നാരായണ ഭഗവാൻ കൃഷ്ണ ഗുരുവായ. അരുൺ രാധാകൃഷ്ണൻ കാർത്തിക ഭഗവാനി കൃഷ്ണ ഗുരുവായ ഭഗവാൻ. അപ്പം കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. അപ്പോൾ ഇവിടെ തുലാം രാശി ആരൂഢമായിട്ട് വന്ന് തുലാം. അപ്പോൾ തുലാം രാശി ആരൂഢമായിട്ട് വന്നിട്ട് ആരൂഢൻ 12-ൽ ഉദയലഗ്നം വന്നു 12-ൽ. അപ്പോൾ ആരൂഢം തടഞ്ഞു, ആരൂഢം തടുത്തു. അപ്പോൾ നമുക്കെന്തായിരുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9-ൽ ഈശ്വരാധീനമൊക്കെ വന്നു, ഗുരുവും ശുക്രനും ഒക്കെ വന്നു. പക്ഷേ നമുക്കിവിടെ ആരൂഢം തടുത്തിരിക്കുന്നത് ശനിയും ബുധനും ചൊവ്വയാണ്. ശനി അംശകാല നിൽപ്പുണ്ട്, ചൊവ്വ അവിടെ തന്നെ സ്ഥിതിയുണ്ട്. എന്നാൽ ബുധനാണ് ആരൂഢാധിപതി. ആരൂഢം തടുത്ത രാശിയുടെ അധിപതി ബുധനാണ്. അപ്പോൾ വിഷ്ണു പൂജ, ഭരദേവതാ സ്ഥാനത്ത്
അമ്മയുടെ അച്ഛൻ്റെയും പരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്ത് അവിടെയുള്ള ദേവതമാരെ, ഭഗവതിയാണെങ്കിൽ അവിടെ പ്രീതിപ്പെടുത്തണം, അതോടൊപ്പം ശാസ്താവിനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഇതാണ് ഫലം. ഈശ്വരാധീനം മറഞ്ഞു. അപ്പോൾ അടുത്തത് അഖില അത്തമാണ്. അഖില അത്തം കൃഷ്ണാദിവായ അഖില അത്തം കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, മീനം. അപ്പോൾ കർക്കിടകം അഖില അത്തം കർക്കിടകത്തിലാണ്. വ്യാഴം 12 മറഞ്ഞു. അപ്പോൾ ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും പിതാവിൻ്റെയും മാതാവിൻ്റെയും പരദേവതാ സ്ഥാനത്ത് ദർശനം ചെയ്ത് പരദേവതയെ പ്രീതിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ വിഷ്ണു പൂജ, വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഇത് അപ്പോഴേ ഈശ്വരാധീനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈശ്വരാധീനം 12 വ്യാഴം. അതായത് കർക്കിടകത്തിന് കുംഭം രാശിയാണ്. എല്ലാ ചരരാശിക്കും കുംഭം രാശി ബാധാത്താണ്. അപ്പോൾ അവിടെ രാഹു പൂജയും കൂടെ നടത്തിക്കൊള്ളൂ. ശനിയെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ കുംഭം രാശിയിൽ നിൽക്കുന്നത് രാഹുവാണ്, അവിടെ ശനിയുണ്ട്. അപ്പം വിഷ്ണുവായ അങ്ങനെയുള്ള നിങ്ങളുടെ ഭരദേവതയെ കൂടി പ്രീതിപ്പെടുത്തി കൊള്ളണം. അപ്പോഴേ ഈശ്വരാധീനം വരികയുള്ളൂ. ഹരിയും ഹരിയും ഹരിയും. അപ്പോൾ അടുത്ത ഇപ്പം നമുക്ക് ഏകദേശം 100ന് മേളിൽ ഈ ആൾക്കാർ നമുക്ക് പേരും നക്ഷത്രവും തന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നിർത്തിയിട്ട് ഇനി അടുത്ത 2ാം ഭാഗത്തിൽ അടുത്തത് മുതൽ വരുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.